കോവിഡ്, യുദ്ധം, ഭൂചലനങ്ങൾ ഇതൊക്കെ കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ധാരാളം ആത്മാക്കൾ ശരീരം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. ഭൂചലനം കാരണം അല്ലെങ്കിൽ ഒരു യുദ്ധം കാരണം ഒരു ആത്മാവ് തൻ്റെ ശരീരം ഉപേക്ഷിച്ചു പോകുന്നു എന്ന് കരുതുക. ആ ആത്മാവിൽ ഏത് വിധത്തിലുള്ള റെക്കോർഡിങ്സ് ആയിരിക്കും ഉണ്ടാവുക? ഉദാഹരണത്തിന്, നിങ്ങൾ വീട്ടിൽ സ്വന്തം കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പെട്ടെന്ന് എല്ലാം കുലുങ്ങാൻ തുടങ്ങുന്നു. സഡൻലി എവ്രിതിങ് ഷേക്സ്. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുടുംബത്തെയും സ്വന്തം മക്കളെയും കൈവിട്ടു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, പിടിക്കാൻ നോക്കുന്നു. പക്ഷേ അവരെ രക്ഷിക്കാൻ നിങ്ങൾക്കാവുന്നില്ല. ഒപ്പം അതുവരെ നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം തന്നെ നിലം പതിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങളും സ്വന്തം ശരീരം ഉപേക്ഷിക്കുന്നു. ഏത് തരത്തിലുള്ള റെക്കോർഡിങ്സ് ആണ് ആത്മാവിൽ പതിഞ്ഞിട്ടുണ്ടാവുക? ഭയം. എന്താണ് റെക്കോർഡഡ് ആയിട്ടുണ്ടാവുക? ഹെൽപ്ലെസ്നെസ്, ഇൻസെക്യൂരിറ്റി, ഒന്നും തന്നെ സുരക്ഷിതമല്ല എന്ന തോന്നൽ, ഇൻസെക്യൂരിറ്റി, പേടി, ആളുകളെ നഷ്ടപ്പെടുമോ എന്ന പേടി, മരണഭയം. ധാരാളം ജന്മങ്ങളിലായി ലഭിച്ച പല പല റെക്കോർഡിങ്സ് ആത്മാവിൽ നേരത്തെ തന്നെ ഉണ്ട്. അവസാനമായി ഭയം, ഇൻസെക്യൂരിറ്റി, ആളുകളെ നഷ്ടപ്പെടുമോ എന്ന പേടി. ഇവയൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ആത്മാവ് ശരീരം വിട്ടുപോകുന്നു. ഇനി ആ ആത്മാവ് ഒരു അമ്മയുടെ ശരീരത്തിൽ, ഗർഭത്തിലുള്ള പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ജനിക്കുന്നു. വളർന്ന് വലുതാവുമ്പോൾ ആ കുട്ടിയിൽ ഏത് തരത്തിലുള്ള സംസ്കാരമാണ് കാണപ്പെടുക? പറയൂ. ആ കുട്ടിയിൽ എങ്ങനെയുള്ള സംസ്കാരമാണ് കാണാൻ കഴിയുക? ഭയം, ആകെ ഒരു അരക്ഷിതാവസ്ഥ, നിസ്സഹായത. ഇതൊക്കെയാണ് ആ കുട്ടിയിൽ ഉണ്ടാവുക. കഴിഞ്ഞ ജന്മത്തെ ഏറ്റവും അവസാനത്തെ അനുഭവത്തെപ്പറ്റി മാത്രമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ആ ആത്മാവിന് കഴിഞ്ഞ ജന്മത്തിലെയും അതിനു മുൻപത്തെ ജന്മങ്ങളിലെയും അനുഭവങ്ങൾ ഉണ്ടാവും. അതെത്രയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ അവസാനത്തെ ആ അനുഭവം പോലും ആ വ്യക്തിയെ ഇൻസെക്യൂർ ആക്കുന്നു. ശരീരത്തിന് 3 50 പ്രായം എത്ര തന്നെയായാലും ഇൻസെക്യൂരിറ്റിയുടെ സംസ്കാരം അവരിൽ നിലനിൽക്കും. ഇനി ഈ ആത്മാവ് വളരെയധികം സെക്യൂർഡാണ് എന്ന് മാത്രം ഫീൽ ചെയ്യുന്ന മറ്റൊരു ആത്മാവിനെ വിവാഹം ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ. വെരി സെക്യൂർ, വെരി കോൺഫിഡൻറ്റ്, വെരി ട്രസ്റ്റിംഗ്. അങ്ങനെയുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നു. ഒരാൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ്, എല്ലാവരെയും വിശ്വസിക്കുന്ന സ്വഭാവമാണ്, തൻ്റെ കൂടെയുള്ള ആളോട് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്ന സ്വഭാവമുള്ള ആളാണ്. എന്നാൽ മറ്റേയാൾ എപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു, എപ്പോഴും പേടിയാണ്, എപ്പോഴും വളരെ പൊസസീവാണ്. ഇത് കോൺഫിഡൻറ്റ് ആൻഡ് സെക്യൂറായി ഫീൽ ചെയ്യുന്ന ആൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്താണ് നിൻ്റെ പ്രശ്നം? അങ്ങനെയാണ് അയാൾ ചോദിക്കുക. തൻ്റെ കൂടെയുള്ളയാൾ യഥാർത്ഥത്തിൽ ഇൻസെക്യൂരിറ്റിയും ഭയവും പൊസസീവ്നെസ്സും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതുമാത്രം മനസ്സിലാക്കാതെ സ്വന്തം പാർട്ട്ണറിനെ കുറിച്ച് നെഗറ്റീവ്സ് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവരെന്താണ് ഇങ്ങനെ? എന്നാലും ഇങ്ങനെ ആവാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇവർ ഇങ്ങനെയാവാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ആത്മാവിന് എങ്ങനെയുള്ള എനർജിയാണ് കിട്ടുക? നെഗറ്റീവ്. യഥാർത്ഥത്തിലുള്ള കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിലൂടെ നമ്മൾ അവർക്ക് വേദനയുടെ എനർജിയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇൻസെക്യൂരിറ്റിക്ക് എന്താണ് സംഭവിക്കുക? എന്ത് സംഭവിക്കും? ആ സംസ്കാരം കൂടുതൽ സ്ട്രോങ്ങർ ആവും. ഓരോ തവണയും നമ്മൾ മറ്റുള്ളവരുടെ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴും മറ്റുള്ളവരുടെ എനർജീസിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ എങ്ങനെയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്? ഇത് മാത്രമല്ല, നിങ്ങൾ അവരുടെ ആ സംസ്കാരത്തെ സ്ട്രോങ്ങർ ആക്കുകയും ചെയ്യുന്നു. അവരെക്കുറിച്ചുള്ള ഇത്രയും ചോദ്യങ്ങൾ മനസ്സിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് ഈ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ ഭൂചലനത്തിൽ ശരീരം ഉപേക്ഷിച്ചയാളാണ് എന്ന് നിങ്ങളോട് പറയുകയാണ്.
ഈ ഒരു ചെറിയ വാചകം കേട്ടതിന് ശേഷം നിങ്ങൾ ചേഞ്ച് ആവുമോ? വിൽ യു ചേഞ്ച്? പറയൂ. ഇനി നിങ്ങൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുമോ? ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. അവരെങ്ങനെയാണ് ശരീരം വിട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാക്കളാണ്. അവർ ധാരാളം ജന്മങ്ങളിലെ പല പല അനുഭവങ്ങളും കൊണ്ടാണ് ജീവിക്കുന്നത്. അതും നമ്മൾ ഓർമ്മിക്കണം. അവരും ഞാനും അങ്ങനെയുള്ള ആത്മാക്കൾ തന്നെയാണ്. എനിക്കും ധാരാളം സംഭവങ്ങൾ തന്ന അനുഭവങ്ങളുണ്ട്. ധാരാളം ജന്മങ്ങളിലൂടെ തന്നെയാണ് ഞാനും കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള 2 ആത്മാക്കളാണ് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ ഓഫീസിൽ ഒപ്പം ജോലി ചെയ്യുന്ന ഒരാളെ നോക്കിയാൽ തന്നെ ഇതറിയാൻ പറ്റും. അവരുടെയും നിങ്ങളുടെയും അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. തികച്ചും വ്യത്യസ്തം. ഒപ്പം പല കാര്യങ്ങളിലും ഞാൻ വിചാരിക്കുന്നതാണ് ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുവരും ഉറച്ചു നിൽക്കുകയും ചെയ്യും. എനിക്ക് എൻ്റെ റെക്കോർഡിങ്സ് അനുസരിച്ച് മാത്രമേ എല്ലാം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നിങ്ങളുടെ റെക്കോർഡിങ്സിലൂടെ ഞാൻ ഒന്നും തന്നെ കാണാൻ ശ്രമിക്കില്ല. പ്രത്യേകിച്ചും ഒരു വിവാഹബന്ധത്തിലാവുമ്പോൾ ഒരാൾ മറ്റൊരാളെ ചോദ്യം ചെയ്യും. നിങ്ങൾ എന്തിനാണ് ഇത്രയും ഇൻസെക്യൂർ ആവുന്നത്? ഇങ്ങനെ എന്തായാലും ചോദിക്കും. അവർ തമ്മിൽ ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല. പക്ഷേ ഒപ്പമുള്ളയാൾക്ക് തന്നെക്കൊണ്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് മറ്റേയാൾക്ക് തോന്നുക. അവർ തൻ്റെ റെക്കോർഡിങ്സ് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, എല്ലാം തുറന്നു പറയുന്നുണ്ട്, ഞാൻ വളരെ ഹോണസ്റ്റ് ആൻഡ് ലോയലാണ്, എന്നിട്ടും നിങ്ങൾ എന്നെ എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കും. സത്യത്തിൽ അവർക്ക് ആരോടും തന്നെ ഒരു ഇൻസെക്യൂരിറ്റിയും ഇല്ല. അവർക്ക് അങ്ങനെ ഒരു റെക്കോർഡിംഗ് ആണ് ഉള്ളത്. അതാണ് ഇതിൻ്റെ കാരണം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവാണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കാതിരിക്കുന്ന കാലത്തോളം ഞാൻ അതെല്ലാം തന്നെ പേഴ്സണലായി എടുക്കും. ഞാൻ അതൊക്കെ അബ്സോർബും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയാണോ അതുപോലെ തന്നെ അവരെ അംഗീകരിക്കാനും എനിക്ക് കഴിയില്ല. അത് എൻ്റെ മനസ്സിലും മറ്റുള്ളവർക്കും പിന്നെ ആ ബന്ധത്തിലും വളരെയധികം ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു. ഇന്നത്തെ കാലത്തെ ആളുകൾ കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തെല്ലാമാണ് നടന്നിട്ടുള്ളത് എന്നറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നാണ് പറയുന്നത്. അതൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. മുൻപ് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഞാൻ അറിയേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ആവശ്യമേ ഇല്ല. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. നമ്മളെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാക്കളായതുകൊണ്ട് തന്നെ പലതും നടന്നിട്ടുണ്ടാവും. അത് റെക്കോർഡായിട്ടുമുണ്ട്. ആ ആത്മാവ് ഭൂകമ്പത്തിൽ ശരീരം വിട്ടതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ പിന്നെ നിങ്ങൾ അതേക്കുറിച്ച് അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക? ഇനി മുതൽ അവരെക്കുറിച്ച് എങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങൾക്കുണ്ടാവുക? സഹാനുഭൂതി, കമ്പാഷൻ. സഹാനുഭൂതി ഒരു ഫീലിംഗ് ആണ്. സഹാനുഭൂതി ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ചിന്ത എങ്ങനെയുള്ളതായിരിക്കണം? I accept you. You are a beautiful soul. I love you. I respect you. അങ്ങനെ നമ്മൾ അവരെ ഹീൽ ചെയ്യാൻ തുടങ്ങുന്നു. അവരെങ്ങനെയാണ് എന്ന് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണ് എന്ന് സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് അവർക്ക് ഈ തോട്ട്സ് നൽകുക. അതിലൂടെ തന്നെ നിങ്ങളും അവരും ചേഞ്ച് ആവാൻ തുടങ്ങും. മറ്റുള്ള വ്യക്തികൾക്ക് ഹീലിംഗ് എനർജി നൽകുന്നതിനെയാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. ഞാൻ അവരെക്കുറിച്ച് ശരിയായ എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ എനിക്കവരെ ഹീൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൻ്റെ സ്ക്രീനിൽ കാണുക. ആ വ്യക്തിയുടെ സംസ്കാരങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിലനിൽക്കുന്നുണ്ട്. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? അവർക്ക് എങ്ങനെയാണ് ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്?
എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുമുണ്ട്. ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ മകനോ മകളോ ആവാം. നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നു. ഒരു ബന്ധമോ ഒരു മുഖമോ ആയിട്ടല്ല, ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റ് ആയിട്ട് അവരെ കാണുക. ഒരു ചെറിയ നക്ഷത്രം. ഞാനും ഒരു ചെറിയ നക്ഷത്രമാണ്. ഞാൻ ആ ചെറിയ നക്ഷത്രവുമായി കണക്റ്റഡാണ്. ഇനി മനസ്സിലാക്കൂ, അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാത്മാവാണ്. അവർ ധാരാളം ശരീരങ്ങളിലൂടെ പല പല അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ്. അതെല്ലാം അവരിൽ റെക്കോർഡഡ് ആയിട്ടുണ്ട്. അവർ കടന്നു വന്ന അനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയയുമില്ല. അവരെ ഒരു നക്ഷത്രമായി മാത്രം കാണും. എന്നിട്ട് അവരോട് പറയും, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. ഇത്ര മാത്രം പറയും, ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അവർക്ക് ഈ സംസ്കാരങ്ങളൊക്കെ എങ്ങനെ ലഭിച്ചു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളിത് അവരോട് പറയുന്നത്. അവർ ഈ സംസ്കാരങ്ങളും കൊണ്ട് ഒരു നീണ്ട യാത്ര ചെയ്തു വരികയാണ്. ഐ അണ്ടർസ്റ്റാൻഡ് യു. ഐ അക്സെപ്റ്റ് യു. ഐ അക്സെപ്റ്റ് യു. ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുശേഷം അവരെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന ചിന്തകളെ ക്രിയേറ്റ് ചെയ്യരുത്. അവരെന്താണ് ഇങ്ങനെ, അവരെന്താണ് അങ്ങനെ, ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ നിർത്തണം. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു. മൂന്നാമതായി, ഐ ബ്ലെസ് യു. ഇനി മുതൽ അവർക്കായുള്ള ബ്ലെസ്സിങ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓരോരുത്തർക്കുമുള്ള ബ്ലെസ്സിങ് വെവ്വേറെയാണ്. കാരണം അവരുടെയൊക്കെ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ അത് വളരെ ഈസി ആയിട്ടുള്ളതുമായിരിക്കണം. നിങ്ങൾ എങ്ങനെയുള്ള ആത്മാവാണ് എന്നാണ് ആ ബ്ലെസ്സിങ്സിൽ എഴുതേണ്ടത്. നിങ്ങളൊരു എന്ന് പറഞ്ഞതിന് ശേഷം അവരെങ്ങനെയാകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പറയണം. ആ വിട്ടുപോയ ഭാഗത്തെ പൂരിപ്പിക്കണം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്. അവരിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരത്തെയാണ് അവിടെ വെക്കേണ്ടത്. ഉദാഹരണത്തിന്, ആർക്കെങ്കിലും ഭയത്തിൻ്റെ സംസ്കാരമുണ്ടെങ്കിൽ അവർക്കായി നിങ്ങളൊരു ശക്തിശാലിയായ ആത്മാവാണ്, യു ആർ എ പവർഫുൾ സോൾ എന്ന ബ്ലെസ്സിങ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആർക്കെങ്കിലും ദേഷ്യവും കടുംപിടുത്തവും ഉണ്ടെങ്കിൽ അവർക്കായി നിങ്ങൾ വളരെ ശാന്തി നിറഞ്ഞ ആത്മാവാണ്, യു ആർ എ പീസ്ഫുൾ സോൾ എന്ന ഒരു ബ്ലെസ്സിങ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. വളരെ പെട്ടെന്ന് വിഷമിക്കുകയും മറ്റുള്ളവരിൽ ധാരാളം എക്സ്പെക്റ്റേഷൻസ് വയ്ക്കുകയും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളവരുമാണെങ്കിൽ അവർക്കായി യു ആർ എ ലവ്ഫുൾ സോൾ എന്ന ബ്ലെസ്സിങ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. 4 തോട്ട്സ് മാത്രമേ വേണ്ടൂ. ഐ അണ്ടർസ്റ്റാൻഡ് യു, ഐ അക്സെപ്റ്റ് യു, ഐ ഹീൽ യു ഓർ ഐ ബ്ലെസ് യു. നാലാമതായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്, യു ആർ എ ഫിൽ ഇൻ ദി ബ്ലാങ്ക് സോൾ. ഇതേ കാര്യം നിങ്ങൾക്ക് അവനവനെ ഹീൽ ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യാം. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു സംസ്കാരം നിങ്ങളിൽ ഉണ്ടാകും. ചില സമയത്ത് ഞാൻ എന്താ ഇങ്ങനെ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ എന്താണ് ഇങ്ങനെയായി പോയത്, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. കമ്പാഷൻ ഫോർ യുവർ സെൽഫ്. അവനവനോട് സഹാനുഭൂതി കാണിക്കുക. ഞാനൊരു നീണ്ട യാത്ര ചെയ്തു വന്ന ആത്മാവാണ്. ഞാൻ എന്തെല്ലാം അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. സ്വയം പറയുക, ഐ അണ്ടർസ്റ്റാൻഡ് യു, ഐ അക്സെപ്റ്റ് യു. ഐ അക്സെപ്റ്റ് യു എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഞാൻ ഒരിക്കലും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയില്ല എന്നാണ് അർത്ഥം. മൂന്നാമതായി, ഐ ആം ഫിൽ ഇൻ ദി ബ്ലാങ്ക് സോൾ. അവനവന് ബ്ലെസ്സിങ്സ് നൽകുക. ഞാനൊരു ശുദ്ധ പവിത്ര ആത്മാവാണ്.
ഞാനൊരു ശക്തിശാലിയായ ആത്മാവാണ്. ഞാനൊരു ശാന്തി നിറഞ്ഞ ആത്മാവാണ്. ഇനി കണ്ണുകൾ തുറക്കൂ. നിങ്ങളിൽ എത്ര പേർക്കാണ് ഇത് ചെയ്യാനായത്? ഇത് ഈസിയാണോ? ഇത് എത്ര ഈസിയാണ്. മറ്റുള്ള തോട്ട്സൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. മറ്റുള്ള ചിന്തകൾ ആയിരക്കണക്കിനുണ്ടാവും. എന്നാൽ ഇത് വെറും 4 മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. ഇതൊരു മന്ത്രം പോലെ ആവർത്തിക്കണം. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാകും. ആരുടെയും മുന്നിൽ പോയി പറയരുത്. മനസ്സിൽ പറയുക. ഐ അക്സെപ്റ്റ് യു. യു ആർ എ പവർഫുൾ സോൾ. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. യു ആർ എ പവർഫുൾ സോൾ. ഇതാണ് നിങ്ങളുടെ ആയുധം. ഇത് ഈ സൈഡിൽ നിന്നും അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനൊരു ശക്തിശാലിയായ ആത്മാവാണ്. നിങ്ങളും ഒരു ശക്തിശാലിയായ ആത്മാവാണ്. ഞാൻ ഒരു ശക്തി നിറഞ്ഞ ആത്മാവാണ് എന്ന് ഞാൻ പറയുന്നതിലൂടെ ഞാൻ എന്നെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വളരെ ശക്തിശാലിയായതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളോട് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇനി യു ആർ എ ലവ്ലി സോൾ. യു ആർ എ ബ്യൂട്ടിഫുൾ സോൾ. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഞാൻ അവർക്ക് അങ്ങനെയുള്ള എനർജി നൽകുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ എനർജി നൽകിക്കൊണ്ട് അവരെ സാന്ത്വനിപ്പിക്കുന്നു, ഹീൽ ചെയ്യുന്നു. ഹീലിംഗ് ദ വൂൺസ് ദാറ്റ് ദേ ഹാവ് ക്യാരീഡ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇൻഫെക്ഷൻസിൻ്റെ കൺസ്യൂമേഴ്സായി നമ്മൾ മാറരുത്. ഹീൽ ദെയർ പെയിൻ. അവരുടെ വിഷമങ്ങളെ ഹീൽ ചെയ്യുമ്പോൾ ആദ്യം സുരക്ഷിതരാവുന്നത് നമ്മൾ തന്നെയാണ്. സോ വി ഡോണ്ട് കൺസ്യൂം റിയാലിറ്റി, വി ചേഞ്ച് റിയാലിറ്റി. നമ്മൾ സ്വയം ചേഞ്ച് ആയതിനു ശേഷം അവരെയും ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ യാഥാർത്ഥ്യത്തെ ചേഞ്ച് ചെയ്യേണ്ടത്. ഇത് ആർക്കു വേണമെങ്കിലും ആർക്കു വേണ്ടിയും ചെയ്യാം. എത്ര തന്നെ ആഴത്തിലുള്ള മുറിവുകളും കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിലും 1 മാസത്തിനുള്ളിൽ തന്നെ അവരിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അവരുടെ ആ സംസ്കാരത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുകയും പറയുകയും ചെയ്ത് നമ്മൾ തന്നെയാണ് അവരിൽ അതിനെ ശക്തമായി ഉറപ്പിച്ചത്. കാരണം ഒരാൾ മാത്രമല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ എല്ലാവരും അവരെക്കുറിച്ച് ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരാൾ ദേഷ്യം എന്ന ഒരു സംസ്കാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ആർക്കും സുഖം നൽകുന്ന ഒരു സംസ്കാരമല്ല. അത് അയാൾക്കും മറ്റുള്ളവർക്കും ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തൊരു ദേഷ്യമാണ്, എത്ര ദേഷ്യമാണ്, എപ്പോഴും ദേഷ്യപ്പെടുന്നു, ദേഷ്യം വളരെ കൂടുതലാണ്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്കൂളിൽ, ഫ്രണ്ട്സ്, വീട്ടിൽ, അയൽ വീട്ടുകാർ, അങ്ങനെ എല്ലാവരും അയാൾക്ക് ഈ ബ്ലെസ്സിങ്സ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ദേഷ്യത്തിൻ്റെ സംസ്കാരത്തിന് എന്താണ് സംഭവിക്കുക? ഒരാളുടെ സംസ്കാരങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാൻ, ആഴത്തിൽ ഉറപ്പിക്കാനുള്ള ശക്തി നമ്മൾക്കുണ്ട്. അതുപോലെ തന്നെ ആ സംസ്കാരത്തെ ചേഞ്ച് ചെയ്യാനുള്ള ശക്തിയും നമ്മളിൽ തന്നെയുണ്ട്. ദ പവർ ലൈസ് വിത്തിൻ അസ്. ഇതിനായി ഒരിക്കലും മറ്റുള്ളവരുടെ എനർജീസിനെ റിഫ്ലക്റ്റ് ചെയ്യരുത്. മറിച്ച് എനർജീസിനെ ട്രാൻസ്ഫോം ചെയ്യണം. ബിക്കം എ ട്രാൻസ്ഫോമർ, നോട്ട് എ റിഫ്ലക്റ്റർ ഓർ അബ്സോർബർ. നമ്മുടെ മനസ്സ് ശാന്തമായി നിലനിൽക്കാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ.